ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യവിൽപ്പനശാലകൾ പൂട്ടണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാർ സാവകാശം തേടും. 3 മാസത്തെങ്കിലും അധിക സമയം തേടാനാണ് ആലോചന. അതേസമയം മദ്യശാലകളുടെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ. പ്രവർത്തനം രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെയാക്കാനാണ് ശുപാർശ. മദ്യവിൽപ്പനശാലകൾ ജനവാസ മേഖലകളിലേക്ക് മാറ്റിസ്ഥാപിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ സാവകാശം ചോദിക്കാനാണ് സർക്കാർ തീരുമാനം. 3 മാസമെങ്കിലും അധിക സമയം ആവശ്യപ്പെട്ടായിരിക്കും സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുക. വിധി നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളും വരുമാന നഷ്ടവും സർക്കാർ ഉന്നയിക്കും. സംസ്ഥാനത്തെ 1956 മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടിയതോടെ സർക്കാരിന് 25%-ലേറെ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ഈ പ്രതിസന്ധി സാഹചര്യം മറികടക്കേണ്ടത് സർക്കാരിന് അത്യന്താപേക്ഷിതമാണ്. പ്രതിസന്ധി മറികടക്കാനായി അബ്കാരി നയത്തിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതേസമയം മദ്യവിൽപ്പനശാലകളുടെ പ്രവർത്തന സമയം 1 മണിക്കൂർ ദീർഘിപ്പിക്കാൻ എക്സൈസ് കമ്മീഷണർ വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെയാണ് ഇനി മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കുക. നിലവിലിത് 10 മുതൽ 9 വരെയായിരുന്നു. കൗണ്ടറുകളുടെ എണ്ണം 2-ൽ നിന്നും 3 വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ നിലവിൽ മദ്യവിൽപ്പനശാലകളിൽ അനുഭവപ്പെടുന്ന തിരക്കിന് ചെറിയ തോതിലെങ്കിലും പരിഹാരം കാണാനാകുമെന്നാണ് പ്രതീക്ഷ. നമ്മളിപ്പോൾ മദ്യശാല അവിടെ പൂട്ടിയുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ഒന്നീ പോലീസിനെ പഠിക്കണം. നമുക്ക് പൈസ കൊടുത്ത് സാധനം വാങ്ങണം. ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടണം. പ്രവൃത്തി ദിനങ്ങളിൽ സാധാരണ ഉണ്ടാകുന്നതിലും വലിയ തിരക്കാണ് മദ്യവിൽപ്പനശാലകളിൽ ഇന്നുമുണ്ടായത്. ക്യാമറാമാൻ ബിച്ചു പോച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ബെവറേജസ് കോർപ്പറേഷന്റെ അംഗീകൃത ഔട്ട്ലെറ്റുകളിൽ കൂടുതൽ കൗണ്ടറുകൾ അനുവദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ. കള്ളുഷാപ്പുകളിൽ പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതും പരിഗണനയിലുണ്ട് എന്നും സുധാകരൻ മലപ്പുറത്ത് പറഞ്ഞു. അതിനെങ്ങനെയാണ് നിലവിലുള്ള സിസ്റ്റത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്ന നടപ്പിലായിക്കൊണ്ട് തന്നെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഒരു വശം. അതിലാണ് നിലവിലുള്ള അനുവദിച്ച കൗണ്ടർ. ഇപ്പം സുപ്രീം കോടതി അംഗീകരിക്കുന്ന ഷാപ്പുകളുണ്ടല്ലോ, അവിടെ കൂടുതൽ കൗണ്ടർ തുടങ്ങുക. അപ്പോൾ 2-3 ഷാപ്പിൻ്റെ 3 ഔട്ട്ലെറ്റിൻ്റെ ഗുണം ഒരിടത്ത് ചെയ്യാം. ഇപ്പോൾ 2 കൗണ്ടറാണെങ്കിൽ 6 കൗണ്ടറാക്കാൻ സൗകര്യമുണ്ട്, ചെയ്യാൻ അങ്ങനെ കുറേ. ഒന്ന്. രണ്ടാമത് 9 മണി രാത്രി നമ്മൾ 9:30 വരെ ആക്കാൻ നോക്കുക. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വാങ്ങിയിട്ട് പോവാം. മൂന്നാമതായിട്ട് ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശമാണ്. ഇപ്പോൾ കള്ളുഷാപ്പുകൾ സുപ്രീം കോടതിയുടെ പരിധിക്ക് വെളിയിൽ നടക്കുന്ന ഒരുപാട് കള്ളുഷാപ്പുകളുണ്ട്. ആ നല്ല കള്ളുഷാപ്പുകളുണ്ട്. അവിടെയൊക്കെ ഒരു ഔട്ട്ലെറ്റ് കൂടി സ്ഥാപിക്കാൻ കഴിയുമോ അത് നോക്കാൻ പറഞ്ഞു. അതിന് പകരം നിയമ തടസ്സമില്ലെങ്കിൽ വല്ല നിയമ ഭേദഗതി വേണമെന്നല്ല. കള്ളുഷാപ്പ് നിയമം വേറെയാണ്. അപ്പോൾ അതിനകത്ത് നടത്തുന്നതിന് വരെ ഓർഡർ ഇറക്കണം. അതിനെ നോക്കാൻ വേണ്ടി പറഞ്ഞു. നിയമനിർമ്മാണമല്ല, നിയമനിർമ്മാണമാണോ ചട്ടത്തിലുള്ള ഭേദഗതിയാണോ എന്നവിടെ നോക്കണം. ചട്ടത്തിലുള്ള ഭേദഗതി എളുപ്പമാണ്. നിയമനിർമ്മാണമാണെങ്കിൽ പിന്നെ അസംബ്ലി കൊണ്ടുവരേണ്ടി വരും. നോക്കാം. സുപ്രീം കോടതി വിധി കൂടി പരിഗണിച്ച് വേണം പുതിയ മദ്യനയമെന്ന് കോടിയേരി. ഇത് LDF ചർച്ച ചെയ്യുമെന്നും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും കോടിയേരി പറഞ്ഞു. പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇപ്പം തന്നെ ശക്തിപ്പെട്ടിരിക്കുക. അത് ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്ന സ്ഥിതിയായിരിക്കും വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള വസ്തുതകളൊന്നും പരിഗണിക്കാതെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളും പൊതുവിലുണ്ടാകുന്ന ഭരണപരമായ പ്രശ്നങ്ങളൊന്നും കണക്കെടുക്കാതെയാണ് സുപ്രീം കോടതി മദ്യത്തിൻ്റെ നിരോധനമെന്നുള്ള കാഴ്ചപ്പാടിന് മാത്രം നിന്നുകൊണ്ട് അതിന് സഹായകമായ വിധത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ വിവിധ വശങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. അതിൻ്റെ ഈ സുപ്രീം കോടതി വിധിയുടെ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം പുതിയ മദ്യനയത്തിന് രൂപം കൊടുക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് LDF ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പല വികസന പദ്ധതികളും ഏറ്റെടുക്കാൻ ഇതിൻ്റെ ഫലമായിട്ട് തടസ്സമുണ്ടാകും. അത് സ്വാഭാവികമായിട്ടും പദ്ധതി പ്രവർത്തനങ്ങൾ വെട്ടിക്കുറക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഗുരുതരമായൊരു വികസന പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടാകും. ഇതെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കൂടി സംസ്ഥാനത്ത് നയിക്കും. ബെവറേജസ് വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതി ഉത്തരവ് അട്ടിമറിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബെവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് നിർത്തിവെക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാനാണ് സർക്കാർ ഇപ്പോൾ പിൻവാതിലിലൂടെ ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മദ്യത്തിലൂടെ വരുമാനം നഷ്ടപ്പെടുമെന്നുള്ള വാദം ശരിയല്ല. വരുമാന നഷ്ടത്തിൻ്റെ പേരിൽ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുന്ന നടപടി ശരിയല്ല. പിന്നെ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് രാത്രികാലങ്ങളിൽ സ്ഥാപിക്കുകയാണ്. അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയോ അറിയാതെ
ഇത് സ്ഥാപിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. ഗവൺമെന്റ് അടിയന്തരമായി നിർത്തിവെക്കണം. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ നിരോധിച്ച സുപ്രീം കോടതി വിധി സംസ്ഥാനത്തെ വിനോദസഞ്ചാര രംഗത്തെ തകർക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ബാർ ഹോട്ടലുകളെയോ ബീർ പാർലറുകളെയോ മാത്രമല്ല ഈ വിധി ദോഷകരമായി ബാധിക്കുന്നത്. ടൂറിസ്റ്റ് ടാക്സി അടക്കമുള്ള തൊഴിൽ മേഖലകൾക്കും വ്യാപാര മേഖലയ്ക്കും ഇത് തിരിച്ചടിയാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ പുതിയ തീരുമാനം നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വ്യവസായത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ മദ്യവിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനവും നിയന്ത്രണങ്ങളും ഈ വ്യവസായത്തെ പൊതുവെ ബാധിച്ചിരുന്നതാണ്. ഹൈവേക്ക് സമീപത്തെ മദ്യശാലകൾ പൂട്ടാനുള്ള സുപ്രീം കോടതി ഉത്തരവിന് എതിരെ കേന്ദ്ര സർക്കാർ. ഉത്തരവ് നടപ്പാക്കുന്നത് ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നീതി ആയോഗ് സിഇഒ. മദ്യശാലകൾ നിലനിർത്താൻ ബദൽ മാർഗങ്ങൾക്ക് വിവിധ സംസ്ഥാന സർക്കാരുകൾ നീക്കം തുടങ്ങി. സംസ്ഥാന ഹൈവേകൾ ഡീനോട്ടിഫൈ ചെയ്ത് മദ്യശാലകൾ നിലനിർത്താൻ കേരളം നിയമ ഉപദേശം തേടി. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാലകൾ പൂട്ടാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെതിരെ നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്താണ് ആദ്യം രംഗത്തെത്തിയത്. ഉത്തരവ് നടപ്പാക്കുന്നതോടെ ബ്യൂക്കോ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ രാജ്യത്തെ 45% മദ്യശാലകളും പൂട്ടേണ്ടി വരും. ഇത് ടൂറിസം മേഖലയിൽ 15,000 കോടി രൂപയുടെയും റവന്യൂ വരുമാനത്തിൽ 50,000 കോടി രൂപയിലധികവും നഷ്ടമുണ്ടാക്കുമെന്ന് അമിതാഭ് കാന്ത് ചൂണ്ടിക്കാട്ടി. ഇതിനിടെ മദ്യശാലകൾ നിലനിർത്താൻ ബദൽ മാർഗങ്ങൾക്ക് വിവിധ സംസ്ഥാന സർക്കാരുകൾ നീക്കം തുടങ്ങി. സംസ്ഥാന പാതകളുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരുകൾക്കായതിനാൽ ഹൈവേകൾ ഡീനോട്ടിഫൈ ചെയ്ത് മദ്യശാലകൾ നിലനിർത്താനാണ് ആലോചന. മഹാരാഷ്ട്ര, ഹരിയാന, മധ്യപ്രദേശ്, UP, ബംഗാൾ സംസ്ഥാനങ്ങൾ പഞ്ചാബ് മാതൃകയിൽ ഹൈവേകൾ ഡീനോട്ടിഫൈ ചെയ്ത് മദ്യശാലകൾ നിലനിർത്തിയേക്കും. കേരളത്തിൽ മലയോര ഹൈവേകൾ ഉൾപ്പെടെ 1431 കിലോമീറ്റർ ദൈർഘ്യമുള്ള 72 സംസ്ഥാന പാതകളും റദ്ദാക്കാനുള്ള നിയമോപദേശവും സംസ്ഥാനം തേടി. ഗ്രാമീണ മേഖലകളിലേക്ക് ബ്യൂക്കോ ഔട്ട്ലെറ്റുകൾ മാറ്റുന്നത് സർക്കാരിന് വലിയ പ്രതിസന്ധിയായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം. സംസ്ഥാന ഹൈവേകൾ ഏതൊക്കെയെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് തന്നെയല്ലേ എന്ന് വാദം പുരോഗമിക്കവേ നേരത്തെ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. സുപ്രീം കോടതിയുടെ ഇതേ പരാമർശം മുൻനിർത്തി തടസ്സങ്ങൾ മറികടക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ നീക്കം. മനുശങ്കർ, ദില്ലി. AK ശശീന്ദ്രനെതിരായ ഹണി ട്രാപ്പ് വിവാദത്തിൽ മങ്കടം ചാനലിന്റെ സെർവറിലെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. ഒരു കമ്പ്യൂട്ടറും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ജീവനക്കാരുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തി. ഷീജ വിവരങ്ങൾ നൽകും. ഷീജ, എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിച്ചത്? അരുൺ, ഇപ്പോഴും ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റെയ്ഡും മൊഴിയെടുക്കലും ചാനലിന്റെ ആസ്ഥാനത്ത് തുടരുക തന്നെയാണ്. പ്രധാനമായും അവർ ഈ വിവരങ്ങൾ എല്ലാം ശേഖരിച്ചിരുന്ന കമ്പ്യൂട്ടർ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ സെർവറും അവർ പരിശോധിക്കുന്നുണ്ട്. സെർവറിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നിലവിൽ ചാനലിലുള്ള ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പ്രതികൾ ആരും തന്നെ ഇന്നിപ്പോൾ ചാനൽ ഓഫീസിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് നടക്കുകയില്ല. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ 9 പ്രതികളോടും പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാനായി നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇവരാരും തന്നെ എത്തിയിരുന്നില്ല. ഇവരുടെ ജാമ്യാപേക്ഷ ഇവർ ഹൈക്കോടതിയിൽ നൽകുകയായിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചാനലിന്റെ ആസ്ഥാനത്തെത്തിയതും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും പ്രത്യേകിച്ചും ഫോൺ റെക്കോർഡിങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിശദമായി പരിശോധിക്കുന്നത്. പരിശോധന ഇപ്പോഴും അവിടെ തുടരുകയാണ്. ശ്രീജയാണ് വിവരങ്ങൾ നൽകിയത്. ഹണി ട്രാപ്പ് കേസിൽ മംഗളം CEO ഉൾപ്പെടെ 8 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് തടയണമെന്ന ആവശ്യത്തിൽ കോടതി ഇടപെട്ടില്ല. ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ പ്രതികൾ പോലീസിനെ വഞ്ചിച്ചുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. AK ശശീന്ദ്രനെതിരെ ഹണി ട്രാപ്പ് നടത്തിയ കേസിൽ മംഗളം CEO അജിത് കുമാർ ഉൾപ്പെടെ 9 പ്രതികളാണ് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. IT ആക്ട് പ്രകാരമാണ് തങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് അനുവദനീയമായ സ്റ്റിംഗ് ഓപ്പറേഷൻ മാത്രമാണ് നടത്തിയതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം പ്രതികൾ പോലീസിനെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു.
ഇന്നലെ രാത്രി 10 മണിക്ക് മുൻപായി ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് പ്രതികൾ ഉറപ്പു നൽകിയതാണ്. IG ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ കാത്തുനിന്നെങ്കിലും ഇവർ ഹാജരായില്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. കൂടാതെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ലെന്ന് പ്രതിഭാഗം അറിയിച്ചു. ഇതേ തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റുന്നതായി കോടതി അറിയിച്ചു. അതുവരെ അറസ്റ്റ് ചെയ്യുന്നത് തടയണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ ഉറപ്പു നൽകിയാൽ അക്കാര്യം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. എന്നാൽ പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയില്ല. ഇതേ തുടർന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് തടയണമെന്ന ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വോട്ടെടുപ്പിന് 8 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മലപ്പുറം പ്രചാരണ ചൂടിൽ. മുന്നണികളുടെ സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിൽ സജീവമാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ പ്രചാരണ പരിപാടികൾ? അരുൺ, വോട്ടെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം ശേഷിക്കെ മലപ്പുറം പ്രചാരണത്തിന്റെ ആവേശ ചൂടിലാണ്. LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം വളരെ ആവേശത്തോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വാഹന പര്യടനമാണ്. ഓരോ കേന്ദ്രങ്ങളിലും വാഹനത്തിലെത്തി നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അടക്കം അകമ്പടിയോടുകൂടിയുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇന്ന് LDF സ്ഥാനാർത്ഥി ഫൈസൽ ഇന്ന് പ്രചാരണം നടത്തിയത് പെരിന്തൽമണ്ണ മണ്ഡലത്തിലായിരുന്നു. നാളെ അദ്ദേഹം മങ്കട മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ വാഹന പര്യടനം നടത്തുന്നത്. LDF-ന് വേണ്ടി LDF-ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നാളെ മണ്ഡലത്തിലെത്തുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിവിധ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കും. അതിനുശേഷം അദ്ദേഹം വൈകിട്ട് 2 പ്രധാനപ്പെട്ട പൊതുയോഗങ്ങളിലും കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് LDF-ന് വേണ്ടി നാളെ മണ്ഡലത്തിലെത്തുന്ന മറ്റൊരു പ്രമുഖ നേതാവ്. അതുപോലെ തന്നെ ഉഴവൂർ വിജയൻ, സിനിമാ താരം മുകേഷ് MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ നാളെ LDF-ന് വേണ്ടി പ്രചാരണ രംഗത്തിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ CPI കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ, മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തിലുണ്ട്. UDF-ന് വേണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളാണ് മണ്ഡലത്തിൽ പ്രധാനമായും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങിയില്ല. അദ്ദേഹം ഈ റിവ്യൂ മീറ്റിംഗ് ആയിരുന്നു. UDF-ന്റെ വിവിധ മീറ്റിങ്ങുകളിൽ, കമ്മിറ്റി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നാളെ അദ്ദേഹം പെരിന്തൽമണ്ണ അതുപോലെ തന്നെ മങ്കട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് വാഹന പര്യടനം നടത്തുന്നത്. NDA-യുടെ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് നാളെ വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുക. NDA-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണത്തിന് വേണ്ടി നാളെ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. അരുൺ, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് LDF സ്ഥാനാർത്ഥി MB ഫൈസൽ 2ാം ഘട്ട വാഹന പര്യടനം തുടങ്ങി. പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിച്ച പര്യടനം 3 ദിവസം കൊണ്ട് പൂർത്തിയാകും. രാവിലെ പെരിന്തൽമണ്ണ അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ് MB ഫൈസൽ 2ാം ഘട്ട വാഹന പര്യടനം ആരംഭിച്ചത്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് ലക്ഷ്യം. മുസ്ലിം ലീഗും BJP-യും മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരെ മതേതര ബദലെന്ന നയവുമായാണ് ഫൈസൽ വോട്ട് തേടുന്നത്. ഫാഷിസത്തെയും വർഗീയതയെയും ചെറുത്തു തോൽപ്പിക്കാൻ, മതന്യൂനപക്ഷങ്ങൾ പിടഞ്ഞു വീണു മരിക്കുന്ന നാടായി ഇന്ത്യ മാറാതിരിക്കാൻ, പാവപ്പെട്ട വിശ്വാസികളായ പട്ടികജാതിക്കാരും ദളിതരും മറ്റു പിന്നോക്കക്കാരുമെല്ലാം ഈ മണ്ണിൽ പിടഞ്ഞു വീഴാതിരിക്കാൻ, സാംസ്കാരിക പ്രവർത്തകരുടെ ശിരസിലേക്ക് വെടിയുതിർക്കപ്പെടാതിരിക്കാൻ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ മണ്ഡലത്തിലുണ്ടാവും. ഇതിനകം ആവേശത്തിലായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചൂട് ഇടതിന് അനുകൂലമാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അവസാനഘട്ട പ്രചാരണം ശക്തമാക്കാൻ UDF തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി UDF നേതൃയോഗങ്ങൾ മലപ്പുറത്ത് ചേർന്നു. സ്ഥാനാർത്ഥി പര്യടനത്തിന് അവധി നൽകിയാണ് UDF യോഗം ചേർന്നത്. ആദ്യഘട്ട മണ്ഡല പര്യടനം പൂർത്തിയായ സാഹചര്യത്തിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. UDF ഒറ്റക്കെട്ടായാണ് മുന്നോട്ടു പോകുന്നത്. കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടി യോഗശേഷം പറഞ്ഞു. എല്ലാ തലങ്ങളിലും ഒരു പൂർണ്ണ യോജിപ്പോടുകൂടിയാണ് UDF-ന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ പൂർണ്ണ സംതൃപ്തി ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ആണ് ഇന്നത്തെ റിവ്യൂ മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തുകൊണ്ട് 7 അസംബ്ലി മണ്ഡലങ്ങളിലും അവലോകന യോഗങ്ങൾ ചേർന്നു. നല്ല ഭൂരിപക്ഷം ഉണ്ടാകുന്ന വിലയിരുത്തി, എണ്ണൊന്നും കണക്കൂട്ടിയിട്ടില്ല. പ്രചാരണത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ പഞ്ചായത്ത് ബൂത്ത് തല യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും UDF നേതൃതല യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകൾ സജ്ജമായി. റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 6 കേന്ദ്രങ്ങളിലായാണ് യന്ത്രങ്ങൾ സജ്ജീകരിച്ചത്. ബീഫ് രാഷ്ട്രീയം മലപ്പുറത്ത് അപ്രസക്തമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. മറ്റു വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാനാണ് ബീഫ് വിവാദം. സ്ഥാനാർത്ഥി ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് തനിക്കറിയില്ലെന്നും കുമ്മനം മലപ്പുറത്ത് പറഞ്ഞു. ബീഫ് രാഷ്ട്രീയം ഒന്നും ഇവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് റേഷൻ കടയിൽ അരിയുണ്ടോ, കുടിക്കാൻ വെള്ളമുണ്ടോ, കയറിക്കിടക്കാൻ വീടുണ്ടോ, സ്വന്തമായി തൊഴിൽ ചെയ്യാൻ ഒരു തൊഴിൽ സ്ഥാപനമുണ്ടോ, അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്നു. അത് ചർച്ച ചെയ്യപ്പെടരുത് എന്നാഗ്രഹിക്കുന്നവരാണ് അപ്രസക്തമായ മറ്റു വിഷയങ്ങൾ കൊണ്ടുവന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ജലക്ഷാമം രൂക്ഷമായ ഗ്രാമത്തിൽ ദിവസേന കുടിവെള്ളം എത്തിച്ച് ജനങ്ങളെ സഹായിക്കുകയാണ് ഒരു സംഘം യുവാക്കൾ. കാസർഗോഡ് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ മേക്കാർലം ഗ്രാമത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന 35-ലേറെ കുടുംബാംഗങ്ങൾക്കാണ് ജലവിതരണത്തിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായ ഗ്രാമമാണ് കാസർഗോഡ് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ പള്ളം മേക്കാർലം പ്രദേശങ്ങൾ. ജലാശയങ്ങളെല്ലാം വറ്റിവരണ്ടു. ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച 3 കുഴൽക്കിണറുകളിലും വെള്ളമില്ല. കുടിവെള്ളം പോലും ലഭ്യമാകാതെ കഷ്ടപ്പെടുന്ന 35ഓളം കുടുംബങ്ങളെ സഹായിക്കാൻ ഇവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തി. സമീപത്തു നിന്നും വാട്ടർ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്ന് വീടുകളിൽ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. യൂണിറ്റ് പ്രസിഡന്റ് ഷിജോ ജോസ്. ഡിവൈഎഫ്ഐ മേക്കാർലം യൂണിറ്റ് കുടിവെള്ളക്ഷാമം നല്ലോണമുള്ള മേഖലകളിൽ തൊണ്ട നനയ്ക്കാൻ കുടം നിറയ്ക്കാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കുടിവെള്ള വിതരണം ആരംഭിക്കുകയുണ്ടായി. ഇപ്പോൾ 10-40ഓളം വീടുകളിൽ ഞങ്ങൾ ഇപ്പോൾ കുടിവെള്ളം നൽകുന്നുണ്ട്. ശരാശരി 200 ലിറ്റർ വെള്ളം വീതം ഒരു വീട്ടുകാർക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഇവിടെ കുടിവെള്ളം എത്തിച്ചിരുന്നു. ഈ വർഷവും വരൾച്ച തീരും വരെ കുടിവെള്ള വിതരണം തുടരാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഈ ഗ്രാമത്തിൽ ജലവിതരണ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRTCയുടെ മാർച്ച് മാസത്തെ ശമ്പളം ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി ധനമന്ത്രി TM തോമസ് ഐസക്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 80 കോടി രൂപ ശമ്പള വിതരണത്തിനായി ധനവകുപ്പ് ഗതാഗത വകുപ്പിനെ കൈമാറി. KSRTCയെ കരകയറ്റാനുള്ള നടപടികളുടെ ഭാഗമായും ജീവനക്കാരുടെ ശമ്പള പെൻഷൻ വിതരണം കൃത്യമാക്കുന്നതിന്റെ ഭാഗമായുമാണ് തീരുമാനം.